ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമുക്ക് പോകേണ്ടത് കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്കാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ മഹാദേവ പെരുമാളിൻ്റെ ക്ഷേത്രമായ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രാർത്ഥന, അതിനുശേഷം തുടർ യാത്ര. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അമ്പായത്തോട്ടിലെ A1 റെസ്റ്റോറൻറ്റ്. അവരുടെ മെനു ഒക്കെ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു പോഷ് ലെവൽ സെറ്റപ്പുള്ള റെസ്റ്റോറൻ്റൊന്നുമല്ല. നല്ല നൊസ്റ്റാൾജിക് ആംബിയൻസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണിത്. നിങ്ങൾ ഈ കാണുന്നയാളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ബാബുവേട്ടൻ. ഇതാണ് അബിൻ, ബാബുവേട്ടൻ്റെ മകനാണ്. അങ്ങനെ അവരുടെ അനുഭവത്തോടു കൂടി നമ്മൾ കിച്ചണിൽ പ്രവേശിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ട്രേഡ് മാർക്ക് ഐറ്റമായ അപ്പവും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കറികൾ പരിചയപ്പെടാം. നല്ല നാടൻ മല്ലിയും തേങ്ങയും വറുത്തരച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അസൽ കടലക്കറി, അതുപോലെ തന്നെ നല്ല ഗരം മസാലയുടെ സുഗന്ധം പരത്തി എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന മുട്ടക്കറി, അതേപോലെ ഇവരുടെ മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾ ചോദിച്ചു വന്നിട്ടുള്ള നല്ല ബീഫ് റോസ്റ്റ്, നല്ല ബ്രൗണിഷ് നിറത്തിൽ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള പോർക്ക് റോസ്റ്റാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ബാബുവേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് അമ്പായത്തോട് താഴെ ഭാഗത്തായിട്ട് ഇവർക്ക് റാസ എന്ന് പറയുന്ന മറ്റൊരു ഹോട്ടലുണ്ടായിരുന്നു. ഏകദേശം 30 വർഷത്തോളം ഇവരത് നടത്തി. പിന്നീടാണ് ഇവരിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതേപോലെ ബാബുവേട്ടനും സഹോദരങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഈ ഹോട്ടൽ നടത്തി വരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുണ്ടായിരുന്ന ബാബുവേട്ടൻ്റെ അനിയൻ റെജി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അതേപോലെ ബാബുവേട്ടൻ പറയുന്ന മറ്റൊരു കാര്യം, ഏകദേശം 6:30 രാവിലെ 6:30യോട് കൂടിയിട്ട് എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ റെഡിയാവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ആൾ ചോദിച്ചു വരുന്നത് അപ്പവും കപ്പയും അതേപോലെ പോർക്കും ബീഫൊക്കെയാണ്. അതേപോലെ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന അമ്പായത്തോട് കണ്ണൂർ ജില്ലയുടെയും വയനാട് ജില്ലയുടെയും ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, വയനാട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഇവരൊക്കെ ഈ ഹോട്ടലിൽ കയറാറുണ്ട്. പിന്നെ ബാബുവേട്ടൻ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർക്കുന്നില്ല, നാടൻ മസാലകൾ മാത്രമേ ചേർക്കാറുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കഴിച്ചവർ തീർച്ചയായിട്ടും വീണ്ടും വന്ന് കഴിക്കുമെന്ന് ബാബുവേട്ടൻ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രധാന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, ഫുഡടി എന്ന് പറഞ്ഞ കലാപരിപാടിയിലേക്ക്. നമ്മൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഐറ്റമായിട്ടുള്ള പോർക്ക് റോസ്റ്റും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ അപ്പവും ഒരു ചായയും ഓർഡർ ചെയ്തു.
മറ്റൊന്നും ചിന്തിക്കാതെ ഫുൾ കോൺസെൻട്രേഷനും ഫുഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ മച്ചാനാണ് സിദ്ധു എന്ന് വിളിക്കുന്ന എൻ്റെ കസിൻ ബ്രദർ സിദ്ധാർത്ഥ്. ചങ്ങായി നല്ലോണം ആസ്വദിച്ച് ഫുഡ് അടിക്കുന്നുണ്ട്. നമ്മൾ മുമ്പും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വലിയ അവകാശവാദങ്ങളൊന്നും ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആംബിയൻസും പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറും മസാലയുടെയും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സിൻ്റെയും അതിപ്രസരമില്ലാത്ത രുചിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഹോട്ടലിൽ കയറാം. സ്പോട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, A1 ഹോട്ടൽ അമ്പായത്തോട്. അപ്പം തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലസ് യു. ഓക്കെ.